ഇന്ന് 4 മണിക്ക് എനിക്ക് സാധനം കിട്ടണം. ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിലാണ്. അത് കഴിഞ്ഞിറങ്ങിയിട്ട് നിന്നാങ്ങാട് വിളിക്കാം. എനിക്ക് ഇന്ന് തന്നെ സാധനം കിട്ടണം കേട്ടാ. ഞാൻ വിളിക്കാം. വണ്ടി ഒന്ന് അങ്ങോട്ട് നീക്കിട്ടോളൂ സാർ. ഈ വണ്ടിയാ അപ്പുറത്തേക്ക് ഇട്ടോളൂ. അവിടെ പാർക്കിങ്ങിലേക്ക് മാറ്റി. ശരി, ഇവിടെ കിടന്നാൽ എന്താ കുഴപ്പം? അല്ല, ഇത് വഴിയല്ലേ, അപ്പോൾ വേറെ വണ്ടികൾ വഴിയിലല്ലേ വണ്ടി ഇടുന്നത് അല്ലേ? അല്ല സാറേ, അവിടെ പാർക്കിങ്ങിലേക്ക് മാറ്റിയിടണം. ഞാൻ കാശ് കൊടുത്ത് മേടിച്ച വണ്ടി ഇവിടെ ഇടണ്ടെന്ന് പറയാൻ നിനക്ക് എന്താ അധികാരം? സാറേ, ഞാൻ സാറിന് ഒന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. നിന്റെ ജോലി മാന്യന്മാരുടെ നെഞ്ചത്തോട്ട് കയറലാണോ? ആരാന്നാടാ നിന്റെ വിചാരം? നിന്റെ തലയിലൊരു തൊപ്പിയാട്ടെങ്കിൽ നീ SI ആവോ? സാറേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ കൊപ്പളിക്കല്ലട, അണ്ണാക്കിട്ട് ഞാൻ കുത്തും. ഞാൻ പന്നി അവിടെ ഒരു തൊപ്പിയും യൂണിഫോമും. നിനക്ക് എന്നെ മനസ്സിലാകാണ്ടാണ്. ഞാൻ മനസ്സിലാക്കി തരാം കേട്ടാ. എവിടെ നിന്ന് തന്നെയാടാ? നിനക്കൊക്കെ വല്ല സംസ്കാരം ഉണ്ടാ? നിനക്ക് വീട്ടിലും നാട്ടിലും നിർത്താൻ പറ്റാതെ ആകുമ്പോൾ വന്ന് നിൽക്കും തൊപ്പിയും കുന്തവും കുറുവടിയായിട്ട്. നീ വണ്ടി ഒരു സ്ഥലത്തോട്ട് മാറ്റണ്ട. അവനെന്താ ചെയ്യാൻ പോണെന്ന് ഞാൻ നോക്കട്ടെ. എന്താടാ തല്ലണോ? എനക്ക് തല്ലണോ? ഇടിച്ചിന്റെ ബെഞ്ചാങ്കലൊക്കെ പന്നി ഒരു സെക്യൂരിറ്റി മാറിക്കാ കൂടെ. അതെ, ഇന്നലെ അയച്ചില്ലേ ഈ മെസ്സേജ്? ഭാര്യ കണ്ടു. അതിനെന്താ, ഞാൻ വൃദ്ധന്മാരെ സ്നേഹിക്കാന്നല്ലേ അതിൽ എഴുതിയിട്ടുള്ളൂ അല്ലേ? അവൾ എന്നെ എപ്പോഴും ഇപ്പോൾ പറയണത് ഞാൻ വയസ്സായിപ്പോയി എന്ന്. വയസ്സാം കാലത്ത് ഇനിയിപ്പോൾ ഇതാണെന്നുള്ളത് അതെ. സാറിന് വയസ്സായിന്നാ പറയണേ? എന്ത് തോന്നിവാസമാണ് ഇവിടെ നടക്കണം? എന്താണ് നിങ്ങളുടെ ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെ? അതെന്താ വെച്ചാൽ പാരിജാത, ഇത് എൻ്റെ പേഴ്സണൽ പെങ്ങളെ പോലെയാണ്. സ്റ്റാഫാണെങ്കിലും ഞങ്ങൾ വേറൊരു വലിയ കാര്യം, പുതിയൊരു വർക്കിൻ്റെ ഡിസ്കഷനിൽ നിൽക്കുകയായിരുന്നു. നിങ്ങളൊരു സെക്യൂരിറ്റിനെ ഇവിടെ നിർത്തിയിട്ടുണ്ടാ? ഞാൻ വന്നപ്പോ എന്റെ വണ്ടി ഇവിടെ ഇടാൻ പറ്റൂല എന്ന്. ഞാൻ വരണ ബുദ്ധിമുട്ടാണെങ്കിൽ മന്മഥൻ സാറ് പറ, ഞാനിവിടെ വരാതിരിക്കാം, ഞാൻ പോയിക്കോളാം. എന്തിരിക്കണത്? മാന്യമാര് ഇൻസൾട്ട് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ ഉദ്യോഗസ്ഥര്? ഞാൻ ബ്രീത്ത് എടുത്തോട്ടെ. ഇരിക്കെ. അതെ, പിന്നെ അയാളെ കൊണ്ട് വലിയ ശല്യമായിട്ടിരിക്കുകയാണ്. പണ്ടോ വിളിക്കേ. എനിക്കുണ്ട് സ്റ്റാഫും ഉദ്യോഗസ്ഥരും ഒക്കെ. അവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ഗസ്റ്റ് വന്നാൽ സല്യൂട്ട് അടിക്കും. ഇയാൾ എനിക്ക് സല്യൂട്ട് അടിച്ചില്ലെന്ന് മാത്രമല്ല എന്നെ ന്യായം പഠിപ്പിക്കണേ. അയാൾ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറ്റമുണ്ടെങ്കിൽ സോറി കേട്ടോ. ഞാൻ വേറൊരു ടെൻഷനിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുക. ഓക്കെ, ഇതിൽ ഞാൻ നടപടി എടുക്കും. ടെൻഷൻ വേണ്ട. സാർ വിളിക്കുന്നുണ്ട്. എന്താ മേഡം? എന്താന്ന് അറിഞ്ഞാലാണോ വരുള്ളൂ? അല്ല, ഇട്ടാള് വേഗം വന്ന് മേടിച്ചോ. വേഗം വാ. താൻ ആരാണെന്നോ തൻ്റെ വിചാരം? ഈ സാറിനെ താൻ കണ്ടിട്ടില്ലേ ഇതിനു മുമ്പ്? എന്തിനാണ് സാറിൻ്റെ വണ്ടി തടഞ്ഞതാൻ? ഞാൻ തടഞ്ഞല്ലേ സാർ, പാർക്കിങ്ങിലേക്ക് ഇടാൻ പറഞ്ഞു. അയാൾ എന്നെ അറിയൂല എന്ന്. പാരിജാത അസോസിയേഷൻ്റെ ഈ പാരിജാതൻ സാറിനെ തനിക്ക് അറിയില്ല. കുറേ നാളല്ലേ താൻ ഇവിടെ ജോലി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണേ. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേടോ? താൻ ആൾക്കാരുടെ മുമ്പ് എന്നെ മോശക്കാരനാക്കൂടോ? താൻ വെറും സെക്യൂരിറ്റിയാണ്, വെറും ചീണ് സെക്യൂരിറ്റി. അല്ലാതെ ഇയാൾ SIO CIO ഒന്നും അല്ല അഹങ്കാരം കാണിക്കാൻ. വണ്ടി മാറ്റിയിടാൻ പറഞ്ഞ് താൻ ആരാടോ? അല്ല സാർ, ഞാൻ സാറ് ഡോറിൻ്റെ നേരെ ഇടരുതെന്ന് പറഞ്ഞിരുന്നു. എടോ, അത് ഞാൻ ആരാ? ഇതാരാ? ആളും തരും മനസ്സിലാക്കി പെരുമാറണം. അതിനാണ് തനിക്ക് ശമ്പളം തന്നെ ഇവിടെ നിർത്തിക്കണേ. കുന്ത പിടിക്കുക പോലെ നിൽക്കാനല്ല. താനെ പാരിജാതൻ സാർ വന്നിട്ട് സെല്യൂട്ട് അടിച്ചോടാ. ഒരു സെല്യൂട്ടൊക്കെ അടിക്കടോ സെല്യൂട്ട്. അയ്യോ, അങ്ങോട്ട് വേണമെന്ന് പറഞ്ഞ് അടിക്കണോ സെല്യൂട്ട്? താൻ ആഹാരമൊന്നും കഴിച്ചില്ല, ഒന്നും വിഴുങ്ങിയില്ലേ അകത്തോട്ട്. അങ്ങോട്ട് ആരോഗ്യത്തോടൊരു സെല്യൂട്ട് അടിക്കണം. അപ്പൊ അറിയാലോ. കാര്യം സാറേ, മതിയോ? മതി. അല്ല, അഹങ്കാരമാണ് സാറേ. നമുക്കിതിൽ കാര്യം
കുറെ കിഴങ്ങന്മാർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു. മര്യാദക്ക് പറഞ്ഞാൽ ഞാൻ മാറ്റിയിടും. അഹങ്കാരമാണേ. ഒരെണ്ണം കൊടുത്തുകൂടായിരുന്ന കാരണക്കുറ്റി നോക്കിയിട്ട് അപ്പോൾ ഞാൻ സാറിനെ ഓർക്കണോ? ഏയ് അതൊന്നുമില്ല, കൊടുക്കാനുള്ള അങ്ങ് അപ്പ് കൊടുത്തോളണം ഇങ്ങനെയുള്ളവന്മാർക്ക്. ശീതള, നിന്റെ മുതലാളി ഉണ്ട് അവിടെ? എൻ്റെ ജോലിയുടെ കാര്യം നീ സംസാരിച്ച? എന്നെ ഇപ്പോൾ വിളിച്ചിട്ട് കുറേ വഴക്ക് പറഞ്ഞിരിക്കുക സൂത. ഈ ഒരു സമയത്ത് നമുക്കത് ചോദിക്കാൻ പറ്റിയൊരവസ്ഥ അല്ല. അല്ലടാ, എന്നാലും നമുക്ക് രണ്ടാൾക്കും പോയിട്ടൊന്ന് ചോദിക്കാം. സൂത, പുതിയ ഓഫീസിൻ്റെ ഉദ്ഘാടനം അടുത്ത മാസം 16-ാം തീയതിയാണ്. അതെ. അപ്പം നമുക്കൊരു 10-ാം തീയതിയോടുകൂടെ ഒക്കെ ആയിട്ട് ചോദിച്ചാൽ പോരെ? അല്ല, അതല്ല, വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ജോലി അവർക്ക് കൊടുക്കില്ലേ? മുമ്പ് കൂട്ടി ചെന്ന് പറഞ്ഞാൽ അത് എനിക്ക് കിട്ടിയാലോ ഒരു ഗുണാവില്ലേ? നമുക്ക് ചോദിച്ചു നോക്കാന്നേ. ഇതാണ് പുതിയ മുതലാളി. അതുകൊണ്ടാണ് ഞാൻ. അല്ല, അത് മുതലാളിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. നീ പറഞ്ഞത് ശരിയായിട്ടുണ്ടാവില്ല, അതിൻ്റെ ദേഷ്യപ്പെടലാവും. എൻ്റെ കാര്യം നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കിയാലോ? ഉണ്ടോ? നമ്മൾ ഈ നിൽക്കുന്ന സുഗതൻ, അയാളെ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യണം. അതിൻ്റെ ലെറ്റർ ഒന്ന് റെഡിയാക്കണം. സാർ, അടുത്ത മാസം 16-ാം തീയതി അല്ലേ പുതിയ ഓഫീസ് ഓപ്പൺ ആവുന്നത്? അല്ല, അവിടത്തേക്കുള്ള സെക്യൂരിറ്റിയെല്ലാം ഓൾറെഡി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഇവിടത്തേക്കാണ്. അപ്പം ഇയാളോ? അയാളങ്ങ് പറഞ്ഞു വിട്ടേക്ക്. ഈ യൂസ്ലെസ്സിനെയൊക്കെ എന്നേ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞ്. അതെ, താൻ നാളെ രാവിലെ ഒന്ന് ജോയിൻ ചെയ്യും. വേണ്ട സാറേ, ശീതളിൻ്റെ ജോലി കളഞ്ഞിട്ട് എനിക്ക് ഈ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി വേണ്ട. അതെ, ഇവിടെ ആരെ ജോലിക്ക് വെക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ ഇവിടുത്തെ MD. തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ താൻ നാളെ വന്ന് ജോയിൻ ചെയ്യുക. എന്തായാലും ഇയാൾ ഇനി ഇവിടെ ജോലിക്ക് വരണ്ട. നീ സ്ഥാപനത്തിൽ MD ആയിരിക്കാം, പക്ഷെ ഇവിടെ ജോലി ചെയ്യണോ വേണ്ടത് തീരുമാനിക്കണതേ ഞങ്ങളാ. ഇതൊന്നും ഉണ്ടായിരിക്കണ ചെയ്തതാ. താൻ എന്താണോ വിചാരിച്ച്? സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണോ? ഇയാൾ ആരാണറിയോളൂ? എനിക്ക് 10-14 വർഷം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റി ആയിട്ട് നിന്നൊരു പട്ടാളക്കാരനാണ് ഇയാൾ. ജീവിത സാഹചര്യം കൊണ്ട് തൻ്റെയൊക്കെ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ആയിട്ട് നിന്നപ്പോൾ ഇയാളോട് തനിക്കൊക്കെ പുച്ഛം ഉണ്ടായിരിക്കണ ചെയ്തടാ. മറിമായം